വളരെയധികം സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ഞാൻ ഇവിടെ എത്തിയത്. ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നുള്ള യാത്രാമധ്യേ വന്ദേ ഭാരതിൽ തൃശ്ശൂരിൽ നിന്ന് കയറി എനിക്ക് കോഴിക്കോട്ട് വന്നപ്പോൾ ഒരു വിശിഷ്ട അതിഥിയെ കൂടി കിട്ടുകയുണ്ടായി. കാന്തപുരം ഉസ്താദ് കോഴിക്കോട്ട് നിന്ന് ഞാൻ സഞ്ചരിച്ച കമ്പാർട്ട്മെൻറ്റിൽ കയറി അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി ഞാനിവിടെ വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച, എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച, ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു അംഗമാകാൻ എനിക്ക് ഭാഗ്യമുണ്ടാക്കി തന്ന ഏറ്റവും മഹാനായ ഉസ്താദ് അദ്ദേഹത്തോടൊപ്പമാണെന്ന് യാത്ര ചെയ്ത് ഞാനിവിടെ എത്തിയത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു പ്രതിസന്ധി കാലഘട്ടത്ത് ഉസ്താദിന് ആത്മധൈര്യം പകർന്ന് അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന ഒരാളാണ് ശ്രീ ഉള്ളാള തങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ എല്ലാം ആത്മീയ ഗുരുവായി മാറിയ അദ്ദേഹം ഈ പ്രായത്തിലും ഇന്നിവിടെ നിങ്ങളെ കാണാൻ, നമ്മളെ ഓരോരുത്തരെ കാണാൻ, അനുഗ്രഹ പ്രഭാഷണം നടത്താൻ എത്തിയത് ഒരു പുണ്യകർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ദീർഘായുസ്സിനും ആരോഗ്യത്തിനും സർവശക്തനായ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് നീറിപ്പുകയായിരുന്നു. എന്തായാലും എല്ലാവരുടെയും ദുആ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം പൂർവാധികം ശക്തമായി ഇന്നു മുതൽ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും നീണ്ട നാളുകൾ നമുക്ക് ഈ നാടിന് നേതൃത്വം കൊടുക്കാൻ, നമ്മുടെ ജനാധിപത്യം, നമ്മുടെ മതേതരത്വം, നമ്മുടെ ഭരണഘടന, ഇതൊക്കെ അനസ്യൂതം അഭംഗുരം നിലനിർത്താൻ, നമ്മുടെ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമായി ലോകാവസാനം വരെ കാണുവാൻ ഉതകുന്ന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് സർവശക്തനായ തമ്പുരാൻ ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉള്ളാൾ തങ്ങളുടെ 10ാം ഉറൂസിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പണ്ഡിത ശ്രേഷ്ഠന്മാരിരിക്കുന്ന ഈ വേദിയിൽ ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നത് അധിക പ്രസംഗമാവും, അനൗചിത്യമാകും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ആനന്ദ സാഗരത്തിൽ ആറാടുകയാണ് എന്നെനിക്കറിയാം. കാരണം ഉസ്താദിനെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് കൊണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ 10ാം ഉറൂസിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.